നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കൊരു നല്ല ജീവിതം കിട്ടിയിട്ടുണ്ടാവുന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. നല്ല ജീവിതം എന്ന് പറഞ്ഞ എന്താ ശാലിനി? സിവിൽ സർവീസ് കിട്ടിയപ്പോ ലോകം വെട്ടിപ്പിടിച്ചെന്ന് അഹങ്കരിച്ചവരാ ഞാനും നീയൊക്കെ. എന്നിട്ട് എന്ത് നേടി? ജീവിതത്തിൽ തോറ്റുപോയില്ലേ? ദേ, പക്ഷെ നിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നീ ഇനിയും തോറ്റിട്ടില്ല. എന്താ വിഷ്ണു പ്രത്യേകിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ മേഡം ഫംഗ്ഷന് പങ്കെടുത്തിരുന്നില്ലേ, അപ്പൊ ഒരു താങ്ക്സ് പറയാൻ പറ്റില്ല. അപ്പൊ ഇതുവഴി വെറുതെ പോയപ്പോ ഞാനൊന്ന് കയറിയതാ. ഇറ്റ്സ് മൈ പ്ലഷർ. വിഷ്ണു ഇരിക്കേ. വേണ്ട, ഞാൻ ഇറങ്ങാ. ഇത്തിരി തിരക്കണ്ടേ, ഈ ഫംഗ്ഷന്റെ കുറച്ച് സെറ്റിൽമെന്റ് ഒക്കെ ആയിട്ട്. ഓക്കെ, സമയം കിട്ടുമ്പോ ഇറങ്ങ്. നീ ഇപ്പോഴും ആ കാര്യം ആലോചിച്ചോണ്ടിരിക്കുക? തേജസ്വിനി, എന്താ? വിഷ്ണുവേട്ടൻ എത്തിയിട്ടുണ്ട്. തേജസ്വിനി, നീ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യണം. എങ്ങനെ? നീ എണീക്ക്. വന്നേ. ഞാനെന്ത്? നീ വാ. വന്നേ. ഞാൻ എങ്ങനെ മാനേജ് ചെയ്യാനാ? നീ ഇവിടെ ഇരിക്ക. ശാലിനി, പ്ലീസ് പ്ലീസ്. നിന്നെ പ്രാണനും ജീവനുമായി സ്നേഹിക്കുന്ന നിന്റെ ഇന്ദ്രൻ കൂടെ ഉള്ളപ്പോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ തോക്കില്ലായിരുന്നു ശാലിനി. നിന്റെ അനിയത്തിയുടെ ഉള്ളിൽ ഇന്ദ്രൻ നൽകിയ സമ്മാനമായിട്ടൊരു ജീവൻ വളരാൻ തുടങ്ങിയിട്ട് 3 മാസമായി മോളെന്ന് പറഞ്ഞ് രണ്ടാനമ്മ മുമ്പിൽ നിന്ന് കരഞ്ഞപ്പോ ഞാൻ തോറ്റു. ഇല്ലാതായി. ഇവളും നിന്റെ കൂടെപ്പറപ്പല്ലേ?
ഇവളുടെ ഭാവി നശിച്ചു പോകില്ലെന്നൊരു ചോദ്യം. IAS കാര്യല്ലേ, ഏത് ബന്ധവും കിട്ടുമെന്നൊരു ന്യായം. അതിന്റെയൊക്കെ മുമ്പിൽ ഞാൻ എന്ത് മറുപടി പറയാനാ? വേറെ ഏത് ബന്ധം കിട്ടിയാലും നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലല്ലോ. പക്ഷെ രണ്ടാനമ്മ ഒരു വശത്തും അമ്മയെ പോലെ പാലൂട്ടി വളർത്തിയ അച്ഛൻ പെങ്ങൾ വേറൊരു വശത്തും. ഞാൻ തളർന്നുപോയി. പിന്നെ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ സ്നേഹിച്ചത് അയാളെ ആയിരുന്നില്ലെന്ന്. ഞാനിന്ന് കൺവെട്ടത്തു നിന്ന് മാറി നിന്നപ്പോ എന്റെ അനിയത്തിയെ തേടിപ്പോയ ഒരു ശരീരമായിട്ട് മാത്രമാണ് അയാൾ എന്നെ കണ്ടത്. ഞാനൊരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. അയാളുടെ മനസ്സിനോടായിരുന്നു എനിക്ക് പ്രണയം. രണ്ടാനമ്മയോടോ അച്ഛൻ പെങ്ങളോടോ എന്റെ കാമുകനെ സ്വന്തമാക്കിയ എന്റെ അനിയത്തിയോട് പോലും എനിക്കൊരു ദേഷ്യമില്ല. പക്ഷെ അയാളോടുള്ള പക എനിക്ക് ഈ ജന്മം തീരില്ല. എന്നെ പ്രണയിച്ച് വഞ്ചിച്ചതിലല്ല, പ്രണയിക്കായിരുന്നു എന്ന് പറഞ്ഞു പറ്റിച്ചതിന്. കുടുംബ വീട്ടിന്റെ പടി ഇറങ്ങാൻ നേരം ഞാൻ ഇന്ദ്രന്റെ നേരെ ഒരു നോട്ടം നോക്കി. അയാളെന്റെ മുഖത്ത് നോക്കിയില്ല. കണ്ണീരടക്കി പിടിച്ച ആ നോട്ടം അയാൾ കണ്ടിരുന്നെങ്കിൽ അയാൾ അവിടെ തന്നെ കത്തിയൊരുക്കി തീർന്നേനെ. അത്രയ്ക്കുണ്ടായിരുന്നു 20 വർഷമായി അയാളോടുള്ള സ്നേഹവും പ്രണയവും കരുതലും ആരാധനയും ഒക്കെ കത്തിയമർന്ന ചിതകളായി തീർന്ന കണ്ണുകളുടെ ശക്തി. അവർക്കാർക്കു മുന്നിൽ ഒരു തുള്ളി കണ്ണീരടർന്നില്ല. കളക്ടറല്ലേ, കരയാൻ പാടില്ലല്ലോ. ഞാൻ വെറുതെ ബോറടിപ്പിച്ചല്ലേ? പക്ഷെ വേദനയുണ്ട്. എനിക്കൊരു നല്ല ജീവിതം കിട്ടിയിട്ടുണ്ടാവുന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. നല്ല ജീവിതം എന്ന് പറഞ്ഞ എന്താ ശാലിനി? സിവിൽ സർവീസ് കിട്ടിയപ്പോ ലോകം വെട്ടിപ്പിടിച്ചെന്ന് അഹങ്കരിച്ചവരാ ഞാനും നീയൊക്കെ. എന്നിട്ട് എന്ത് നേടി? ജീവിതത്തിൽ തോറ്റുപോയില്ലേ? ദേ, പക്ഷെ നിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നീ ഇനിയും തോറ്റിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.